പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചോർത്തി എന്നാരോപിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് വ്യവസായിയുടെ പരാതി. പാർട്ടിക്ക് നൽകിയ രഹസ്യകത്ത് എങ്ങനെ ഡൽഹി ഹൈക്കോടതിയിലെ മാനനഷ്ട കേസിൽ തെളിവായി എന്നാണ് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ജനറൽ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലെ ചോദ്യം. ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ നൽകിയ മാനനഷ്ട കേസിലാണ് വിവാദ കത്തുള്ളത്. ഇത് ചോർത്തി നൽകിയത് എം.വി. ഗോവിന്ദന്റെ മകനാണെന്നാണ് ആരോപണം. സെയ്ഫ് സീലാബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, കത്ത് ചോർത്തി നൽകിയത് എം.വി. ഗോവിന്ദന്റെ മകൻ എന്നുള്ള ആരോപണം, അത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഡൽഹി ഹൈക്കോടതിയിലടക്കം എത്തിയിരിക്കുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ജെൻസി, ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. മധുര പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയം ഉണ്ടാകുന്നത്. UK-യിൽ നിന്നുള്ളൊരു പ്രതിനിധി, ഇപ്പോ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അതിന്റെ പ്രതിനിധിയായി വരാറുണ്ട്. ഇപ്പോ മലയാളിയായ ഒരാൾ, രാജേഷ് കൃഷ്ണ എന്ന പേരുള്ള ഒരാൾ UK-യിൽ നിന്ന് പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് മധുര പാർട്ടി കോൺഗ്രസിൽ എത്തിയിരുന്നു. പക്ഷെ അതിന് തൊട്ട് മുന്നോടിയായിട്ട് PB അംഗമായ അശോക് ധവളയ്ക്ക് ഒരു പരാതി കിട്ടുന്നുണ്ട്. ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഒരു പരാതി കിട്ടുന്നുണ്ട്. മലയാളത്തിലെ ഒരു സംവിധായകയുടെ ഭർത്താവാണ് ആ പരാതി നൽകുന്നത്. അത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ചില വിഷയങ്ങൾ, രാജേഷ് കൃഷ്ണയുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള പരാതികളാണ് വരുന്നത്. അപ്പോ പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പ് തലേ ദിവസം ഒരു PB യോഗം ചേരാറുണ്ട്. ആ PB യോഗം ചേർന്ന സമയത്ത് അശോക് ധവള ഈ വിഷയം മുന്നോട്ട് വെക്കുകയും MAVP അടക്കമുള്ളവർ രാജേഷ് കൃഷ്ണയെ ഇതിന്റെ ഭാഗമാക്കുന്നതിൽ, പാർട്ടി പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമാക്കുന്നതിന് എതിരെ വിമർശനം ഉന്നയിക്കുകയും അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയെല്ലാം ചെയ്തിരുന്നു. ഇതിനെതിരെ ഇത്തരത്തിൽ വാർത്ത വന്നതിനെതിരെ, രാജേഷ് കൃഷ്ണനെ മാറ്റി നിർത്തി എന്ന വാർത്ത വന്നതിനെതിരെ രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു മാനനഷ്ട കേസ് നൽകുന്നുണ്ട്. ആ മാനനഷ്ട കേസ് നൽകുമ്പോൾ രാജേഷ് കൃഷ്ണ തന്നെ ഷർഷാദ് എന്ന് പറയുന്നയാൾ, അതായത് ഈ സംവിധായകയുടെ ഭർത്താവ് നൽകിയ പരാതി, PBക്ക് നൽകിയ പരാതി കൂടി ഈ മാനനഷ്ട കേസിന്റെ ഭാഗമായിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ, ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഷർഷാദ് കൊടുത്ത പരാതി കൂടി ഇതിന്റെ കോടതിയുടെ ഭാഗമാക്കി നൽകുന്നുണ്ട്. അതിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. പല തരത്തിൽ മന്ത്രിമാരെ സഹായിച്ചതടക്കമുള്ള, മുൻ മന്ത്രിമാരെ സഹായിച്ചത്, മന്ത്രിമാരെ, നേതാക്കന്മാരെ സഹായിച്ചതടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ M.V. ഗോവിന്ദന്റെ മകൻ ശ്യാം എന്ന് പറയുന്ന ആളുടെ പേര് കൂടി അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. പല സഹായങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നാണ് അതിൽ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം, ഈ മാസം 12-ാം തീയതി വീണ്ടും ഒരു പരാതി CPM-ന്റെ ജനറൽ സെക്രട്ടറിയായി MA ബേബിക്ക് ഷർഷാദ് നൽകുന്നുണ്ട്. ഷർഷാദ് നൽകുന്ന പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഈ കത്ത് ചോർത്തി നൽകി എന്നുള്ളതാണ്. അത് അങ്ങനെയാണ് കത്ത് ചോർത്തിയത്. ഞാൻ രഹസ്യമായിട്ടാണ് PBക്ക് ഒരു കത്ത് നൽകിയത്. ആ കത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ചോർത്തി നൽകി എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി ഇതിനകത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് ഈ രണ്ട് കത്തുകളും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം. യെസ്, എന്തായാലും ഒരു കത്ത് ചോർത്തി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ CPM-നെ പിടികൂടിയിരിക്കുന്നത്. അത് M.V. ഗോവിന്ദന്റെ മകൻ തന്നെ കത്ത് ചോർത്തി നൽകി എന്നുള്ളൊരു പരാതി കൂടിയാണ്, ആ ഒരു ആരോപണം കൂടിയാണ്. സേഫ്, അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇതൊരു സംഘടനാ തലത്തിലുള്ള ഒരു പരാതിയായി തന്നെ നിലനിന്നുകൊണ്ട് അതിന്മേലൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ? എത്രത്തോളം വളരെ ഗൗരവമായി എടുക്കുന്നുണ്ട് പാർട്ടി ഇതിനെ? ഈ CPM-ന്റെ ഒരു സംഘടനാ സ്വഭാവം അനുസരിച്ചിട്ട് CPM-ന് ഒരുപാട് കത്തുകൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എല്ലാ വെള്ളിയാഴ്ചയും ചേരുമ്പോൾ ആദ്യത്തെ മണിക്കൂറുകളിൽ പരിഗണിക്കുന്നത് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ വരുന്ന കത്തുകൾ, അതിന്മേൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ്. അതേപോലെ കേന്ദ്ര കമ്മിറ്റിക്ക് കത്തുകൾ കിട്ടാറുണ്ട്, PBക്ക് കത്തുകൾ കിട്ടാറുണ്ട്. ഇതൊക്കെ പാർട്ടിയുടെ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ള കത്തുകളാണ്. പാർട്ടിക്ക് കിട്ടുന്ന പരാതികൾ അങ്ങനെ പുറത്തു വരാറില്ല. ഇപ്പോ ജിൽസി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പാർട്ടിക്ക് കിട്ടുന്ന പരാതികൾ അങ്ങനെ പുറത്ത് വരാറില്ല. അതിനകത്ത് ഒരു രഹസ്യ സ്വഭാവം എല്ലാ കാലത്തും ഉണ്ട്. അങ്ങനെ രഹസ്യ സ്വഭാവത്തിലുള്ള ഒരു കത്ത് പുറത്തു വരിക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസാധാരണമായ സംഭവം പാർട്ടി നേതാക്കൾ കാണുന്നുണ്ട്. അതെങ്ങനെ പുറത്തു വരുന്നു? അത് ഒരു പരാതിയുടെ ഭാഗമായിട്ട്, തനിക്കെതിരായ പരാതി, ഇപ്പൊ എനിക്കെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഞാനതൊരു കോടതിയെ സമീപിക്കുമ്പോൾ ഞാൻ തന്നെ ആ പരാതി കൂടി കോടതിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയില്ലേ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം പാർട്ടി നേതാക്കന്മാർക്കിടയിലുണ്ട്. ഇപ്പൊ ജിൽസി ചോദിച്ചതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി പാർട്ടിക്കുള്ളിൽ അതിന് എന്ത് സംഭവിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് ജിൽസി. ശരി, എന്നാലും കാത്തിരുന്ന് തന്നെ കാണാം. ഈ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ഇനി പാർട്ടിക്കുള്ളിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ സെയ്ഫ് സീലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.